ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ MD മിസ്റ്റർ രാമേന്ദ്രൻ പാലിശ്ശേരി, അദ്ദേഹം തൃശ്ശൂരുകാരൻ തന്നെയാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1998 പാർട്ണർഷിപ്പ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 2008 10 വർഷത്തിന് ശേഷം ഇതൊരു ഇൻകോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. നിലവിലിപ്പോ കമ്പനി 26 വർഷം പൂർത്തിയാക്കി 27ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന കമ്പനി വേൾഡിൽ ടോട്ടലായിട്ട് അറിയപ്പെടുന്നത് ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി അറിയപ്പെടുന്നത്. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിലാണ് കമ്പനി അറിയപ്പെടുന്നത്. കമ്പനി നാളിതുവരെ ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെറുതും വലുതുമായുള്ള നിരവധി കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ, MLM സോഫ്റ്റ്വെയർ ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനി, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്ന ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന കമ്പനി. ഈ ഒരു കമ്പനിയുടെ ലീഗൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അനുശാസിക്കുന്ന എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗൂഗിളിലോ അല്ല ക്രോമിലൊക്കെ കയറിയിട്ട് മൈ സേവിങ് ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റും 10-16ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ 27 വർഷമായിട്ട് ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്, IT കമ്പനിയാണ്. പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഞാൻ ജസ്റ്റ് വേണം കാണിച്ചു തരാം. പുതിയ ആളുകൾ ഇതില് കാണുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. കാരണം 16ഓളം ഫീച്ചേഴ്സുകൾ എന്ന് പറയുമ്പോൾ പേയ്മെന്റ്സ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, അതുപോലെ ടാസ്ക്, ഡയറി, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയൊക്കെ പറയാം. ഡോക്യുമെന്റ് മാനേജർ, പാസ്വേഡ് മാനേജർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 16ഓളം ഫീച്ചേഴ്സുകൾ. അതിന്റെ കൂടെ തന്നെ യൂട്ടിലിറ്റി സർവീസ് ആയിട്ടുള്ള മൊബൈൽ റീചാർജ്, DTH റീചാർജ് നിലവിലുള്ള യൂട്ടിലിറ്റി സർവീസ് ആണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് നല്ല രീതിയിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 16ഓളം ഫീച്ചേഴ്സുകൾ ഏറ്റവും ഒരു ആപ്ലിക്കേഷനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് നമുക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 3 വിധത്തിൽ ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റും. 3 വിധത്തിൽ. ഒന്ന് ഫ്രീ യൂസർ, രണ്ടാമത് ആക്റ്റീവ് യൂസർ, 3 ഫാമിലി യൂസർ. ഫ്രീ യൂസർ എന്ന് പറയുമ്പോൾ 1 രൂപ പോലും കൊടുക്കേണ്ട, 0 കോസ്റ്റിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആരാണോ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക് അയച്ചു തരും. നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം, ഒരു 8 അക്ക പാസ്വേഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതിലേക്ക് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ യൂട്ടിലിറ്റി സർവീസ് ആയാലും മൊബൈൽ റീചാർജും DTH റീചാർജും, കാരണം നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഫ്രീ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ, ഈ 2 ഫീച്ചേഴ്സ് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല, കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണ് വരുന്നത്. 1 മന്ത് ഈ പറഞ്ഞ പേയ്മെന്റ്സ്, റെസിപ്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1 മന്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാം ഫ്രീ ആയിട്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി, നമുക്ക് വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മന്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഈ മൊബൈൽ റീചാർജ്, DTH, ഇനിയിപ്പോ ഈ മാസം അല്ല അടുത്ത മാസം ഫസ്റ്റോട് കൂടിയിട്ട് ബാക്കിയുള്ള കറണ്ട് ബില്ല്, ഗ്യാസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ബിൽ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ. അപ്പൊ ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫ്രീ യൂസർ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു 50 രൂപ നമുക്ക് ക്യാഷ് ബോണസ് തരുന്നുണ്ട് കമ്പനി. ഫ്രീ ആയിട്ട് വരുമ്പോൾ 50 രൂപ ക്യാഷ് ബോണസ്. പിന്നെ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം റീചാർജ്, മൊബൈൽ റീചാർജോ DTH റീചാർജോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു 49 രൂപ തരും. അത് 1 ടൈം ആണ് കേട്ടോ. ഈ ഫസ്റ്റ് കിട്ടുന്ന പൈസ 1 ടൈം ആയിട്ട് 99 രൂപ ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വരും. ആ പൈസ നമുക്ക് നേരെ ബാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റൂല. അത് നമുക്കൊരു വാലറ്റ് ഉണ്ടാവും. ഈ റീചാർജിന്റെ സെക്ഷന് വേണ്ടി മാത്രം ഒരു വാലറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനി. അവിടെ 99 രൂപ അവിടെ കിടക്കും. അതിനു പുറമെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൽ നിന്നും 20% മാറ്റിവെക്കും. ആരാണോ സേവ് ആപ്പ് ഉപയോഗിക്കുന്നത് അവർക്ക് വേണ്ടി മാറ്റിവെക്കും. സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ക്യാഷ് മാറ്റിവെക്കും.
കമ്പനിക്ക് കൊടുക്കുന്നത് ആരാണ്? ജിയോ, എയർടെൽ, VI, BSNL. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മുകൾ ഇതാണല്ലോ. അപ്പൊ ഈ സിമ്മിലുള്ള പ്ലാനുകളൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെയൊക്കെ ആയിട്ട് നമ്മുടെ കമ്പനി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഈ പ്രൊവൈഡർ നെറ്റ്വർക്ക് കമ്പനികൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ റീചാർജിനും. അതിൽ ജിയോ, എയർടെൽ അത്യാവശ്യം ഒരു 5 രൂപ, 6 രൂപ, 7 രൂപയ്ക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. BSNL-ഉം VI-യും ഏകദേശം 12, 13, 14, 15 രൂപയ്ക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ റീചാർജ് ചെയ്യുന്ന സമയത്തും. അപ്പൊ നമ്മൾ നിലവിൽ ഇത്രയും കാലം എങ്ങനെ ചെയ്തിരുന്നത്? റീചാർജ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, മറ്റുള്ള ബാങ്കിങ് ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. ആ സമയത്തൊക്കെ 1.90, 2 രൂപയ്ക്ക് നമ്മൾ എക്സ്ട്രാ ചാർജുകൾ കൊടുക്കണം. ഓരോ റീചാർജ് ചെയ്യുന്ന എമൗണ്ടിന് പുറമെയും 299 ആണെങ്കിൽ അതിന്റെ പ്ലാനെങ്കിൽ 390 കൊടുക്കണം ഗൂഗിൾ പേ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ. പക്ഷെ പല ആളുകളും ഇപ്പൊ അടുത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഇതൊക്കെ 2-2.5 വർഷമായിട്ട് ക്യാഷ് ഇവരിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ആ സമയത്തൊന്നും നോക്കൂല. കാരണം അത്യാവശ്യമായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ 1.90, 2 രൂപയ്ക്ക് ആരും മൈൻഡ് ചെയ്യൂല, അങ്ങ് കൊടുക്കും. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളെ ഒരു വീട്ടിൽ തന്നെ 4, 5 റീചാർജ് ഒക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ, നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ എത്ര റീചാർജ് ഒരു ദിവസം നടക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയാണ് ഗൂഗിൾ പേ ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ എക്സ്ട്രാ ചാർജ് ഗൂഗിൾ പേ വാങ്ങിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതിന് പുറമെ ഈ പറയുന്ന ജിയോ, എയർടെൽ, VI, BSNL ഇവരും കൊടുക്കുന്നുണ്ട് 5 രൂപ മുതൽ 15 രൂപ ഒക്കെ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേക്ക്. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് അവരിവിടുന്ന് പോകുന്നത്. ഇവിടെ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ തന്നെ 99 രൂപ ഫ്രീ ആയിട്ട് ക്യാഷ് ബോണസ് നമുക്ക് തന്നു. അതിനു പുറമെ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 20% ക്യാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കാതെ തന്നെ 50 പൈസ ആയി കഴിഞ്ഞാൽ 1 രൂപ, 2 രൂപ, 3 രൂപ, 4 രൂപയൊക്കെ ആയിട്ട് നമുക്ക് കമ്പനി തിരിച്ചു തരുന്നു. ഓരോ റീചാർജിനും വ്യത്യസ്തമായ പൈസകളായിട്ടാണ് നമുക്ക് തന്നെ തിരിച്ചു തരുന്നു. കാരണം നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു അവസരം കൂടി ഇവിടെയുണ്ട്. നമുക്ക് കിട്ടുന്നതിന് പുറമെ നമ്മളൊരു കമ്മ്യൂണിറ്റി, കൂടുതൽ ജനങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവർ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആ വരുന്നവർക്കും ഇതേപോലെ 20% ക്യാഷ് ബാക്കും 99 രൂപയൊക്കെ അവർക്കും കിട്ടുന്നുണ്ടാവും. അവർക്കും ബിസിനസ് അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നല്ലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഫ്രീ ആയിട്ട് നമ്മളൊരു സാമ്പത്തിക ഇടപാട് ഇവിടെ നടത്തിയിട്ടില്ല, നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരും ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള, പേരും ഫോൺ നമ്പറും നമ്മൾ ചെയ്തില്ല. അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. നമ്മൾ 1, 2, 3, 4 ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അവർ റീചാർജ് രജിസ്റ്റർ ചെയ്യുന്നു, സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, റീചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ ബെനിഫിറ്റും അവർക്കും നമുക്കും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ 20 ലെവലിൽ നിന്ന് നല്ലൊരു പാസീവ് ഇൻകം, ലക്ഷക്കണക്കിന് രൂപ നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ഒരു ഉദാഹരണം കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സ്ക്രീനിൽ. 2 ആൾക്കാരോട് പറഞ്ഞാൽ ആ 2 ആൾക്കാർ ഈ 2 ആൾക്കാരോട് പറയുമ്പോൾ 4 ആയി, 4, 8, 8, 16 ഓരോ ലെവലിൽ ആളുകൾ ഇങ്ങനെ കൂടി വരുമ്പോൾ അവർക്ക് റീചാർജ് ചെയ്യുമ്പോൾ 20 ലെവലിൽ നിന്ന് 1% വെച്ചിട്ട് റീചാർജിന്റെ ലാഭത്തിൽ നിന്ന് കമ്പനി നമുക്ക് തരും. നമ്മളോ അവരോ നേരിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് റീചാർജ് ചെയ്യുന്ന സമയത്ത് 20% ക്യാഷ് ബാക്ക് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സെൽഫായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിലൊക്കെ നടക്കുന്ന റീചാർജ് ഒക്കെ ആണെങ്കിൽ 1% വെച്ചിട്ട്. അപ്പൊ മാക്സിമം ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് കൊടുത്തിട്ട് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫ്രീ യൂസർ കിട്ടുന്ന ബെനിഫിറ്റ് ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി ആക്റ്റീവ് യൂസർ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള 16ഓളം ഫീച്ചേഴ്സുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പേയ്മെന്റ്സ്, റെസിപ്റ്റ് എന്നൊക്കെ പറയാം. സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾക്ക് ഇത്രയും കാലം നമുക്കൊരു സേവിങ്സ് ഒന്നും ഇല്ലാതിരുന്നതാണ്. എത്ര വരുമാനം നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞ മാസത്തിലെ, കഴിഞ്ഞ വർഷം, ഒരുപാട് വർഷം നമ്മൾ എത്ര പൈസ നമുക്ക് കിട്ടി. പക്ഷെ ഒരു നീക്കി ഇപ്പൊ ഒരു സേവിങ്സ് ഉണ്ടാകുന്നില്ല നമുക്ക്. എന്തുകൊണ്ടാണ്? കാരണം പൈസ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും രീതിയിൽ 1, 2 സോഴ്സിലൂടെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പല വഴിയിലൂടെ ഇതൊക്കെ ചെലവായിട്ട് പോകും. വരുന്നത് 1, 2 വഴിയിലൂടെ ആയിരിക്കും, പക്ഷെ ചെലവാകുന്നതോ പല വഴിയിലൂടെ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നലെ എത്ര പൈസ എവിടെ പോയിട്ടുണ്ട്, എങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ജസ്റ്റ് ബുക്കിലൊക്കെ എഴുതി വെക്കുന്നതിന് പകരം ഡിജിറ്റലായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. റെസിപ്റ്റ് എന്ന ഒരു ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. പിന്നെ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകുന്ന എത്ര പൈസ ആയി കഴിഞ്ഞാൽ, പാല് വാങ്ങിച്ചോ, മത്സ്യം വാങ്ങിച്ചോ, അരി വാങ്ങിച്ചോ, വണ്ടിക്ക് പെട്രോൾ ഒഴിച്ചോ, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോ, ഈ പൈസകളൊക്കെ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മണി കൺട്രോളിംഗ് ഉണ്ടാവും. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പൈസ ചെലവായി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ആപ്ലിക്കേഷൻ ലൈഫിൽ, ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം പേയ്മെന്റ് കൊടുത്തുകൊണ്ട് വാങ്ങിക്കുക.
കമ്പനിക്ക് പൈസ കൊടുക്കും. എത്ര? 3,999 പ്ലസ് 18% സർക്കാരിന് കൊടുക്കേണ്ട GST കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 4,719 രൂപ കൊടുത്ത് ഒറ്റ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുന്നു, സേവ് ആപ്പ് വാങ്ങിക്കുന്നു. കാരണം കമ്പനി IT കമ്പനിയാണ്, ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്, ഫിസിക്കൽ പ്രൊഡക്റ്റ് ഒന്നല്ല. കമ്പനിക്ക് ക്യാഷ് കൊടുത്തോ, സേവ് ആപ്പ് നമുക്ക് തന്നു, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ. കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതിനു പുറമെ നമുക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു 4,500 ഫ്രീ പർച്ചേസ് പോയിന്റ് വരുന്നു. കാരണം നമുക്ക് ഈ സേവ് ആപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ സേവ് കാർട്ട് എന്ന് പറഞ്ഞ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഇ-കോമേഴ്സ് ആണ്, ഗ്രോസറി ഐറ്റംസ് ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമുക്ക് അവിടെ സാധനങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും പർച്ചേസ് പോയിന്റുകൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ 4,719 രൂപ കൊടുത്ത് ഇതിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 4,500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ 4 ടൈപ്പ് വർക്കിംഗ് ഇൻകം. കാരണം നമ്മൾ നേരത്തെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി പറഞ്ഞല്ലോ, കൂടുതൽ ആളുകളിലെ റീചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെന്ന്. അതുപോലെ നമ്മളിത് ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വന്നതുപോലെ തന്നെ നമ്മളിപ്പോൾ ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു 4,719 രൂപ. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് 4 ടൈപ്പ് വർക്കിംഗ് ഇൻകം കൂടി നമുക്ക് തരുന്നു. ഇവിടെ വേറെ ആരുമല്ല ഇത് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മളാണ്. നമുക്ക് ഒന്ന് നോക്കിയാൽ മതി, ബൈജൂസ് ആപ്പ് അല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സെലിബ്രിറ്റികളൊക്കെ വെച്ച് ചെയ്തിട്ട് വൻ നഷ്ടത്തിലേക്ക് പോയിട്ടുള്ള കമ്പനികൾ. കാരണം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിനെ, മോഹൻലാലിനെ, അല്ല ദുൽഖർ സൽമാനൊക്കെ വെച്ചിട്ട് പരസ്യങ്ങളോട് ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഉറപ്പുമില്ല. ജനങ്ങൾ ഇത് പരസ്യം കണ്ടിട്ട് വാങ്ങിയാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ മമ്മൂട്ടിക്കും മോഹൻലാലിനും ക്യാഷ് കൊടുക്കണ്ടേ? ഇത് ജനങ്ങൾ വാങ്ങിയിട്ടില്ല, അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് കൊടുക്കാതിരുന്നാൽ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പം കമ്പനിക്ക് ഇത് ലാഭത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ, എല്ലാവരും ഇത് വാങ്ങിക്കണമെന്നില്ല. കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കണ ഇതെന്തായാലും കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ജനങ്ങളിലൂടെ ആരാണോ സേവ് ആപ്പ് ഉപയോഗിക്കുന്നത്, ആരാണോ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിയെ സഹായിക്കുന്നത്, അവർക്ക് തന്നെ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 80% മുതൽ 90% വീതിച്ചു കൊടുക്കുന്നത് പല രീതിയിലുള്ള ഇൻകങ്ങളായിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ, ടീം വോളിയം ഇൻസെന്റീവ് ഒക്കെ പറഞ്ഞിട്ട് 4 ടൈപ്പ് വർക്കിങ്ങുകളിലൂടെ നമുക്ക് തന്നെ തിരിച്ചു തരുന്ന കമ്പനി. അപ്പൊ ഇത് ബ്രാൻഡ് അംബാസഡർ, ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ ഈ പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതിലേക്ക് ആക്റ്റീവ് യൂസ് ആയിട്ട് വന്നു. എത്രയാണ് ആപ്ലിക്കേഷന്റെ വില? 4,719 രൂപ കൊടുത്തുകൊണ്ട് വൺ ടൈം ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് വന്നു, ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു. നമ്മൾ നേരിട്ട് പറഞ്ഞിട്ട് ഒരാൾ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുകയാണെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ട് 4,719 രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ കമ്പനി നമുക്ക് 800 രൂപ കമ്മീഷൻ തരും ഒരാൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ പെർ ആക്ടിവേഷന്. എത്ര ആക്ടിവേഷൻ വേണമെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് കൊണ്ട് ചെയ്യിക്കാം. നമ്മളിപ്പോ പറഞ്ഞിട്ട് 2, 3, 4 എത്ര ആക്ടിവേഷൻ നടക്കുന്നു അതിനൊക്കെ അനുസരിച്ച് 800 നമുക്ക് കിട്ടിക്കൊണ്ട് ഒരു ലിമിറ്റ് ഒന്നുമില്ല. ഒരു ദിവസം ഇത്രയോ പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നുമില്ല. 10, 100, 50 എത്ര ആൾക്കാരോട് ഒരു ദിവസം പറയാം. അപ്പൊ അങ്ങനെ പറയുന്നതിനനുസരിച്ച് അവരൊക്കെ സേവ് ആപ്പ് ഈ പേയ്മെന്റ് കൊടുത്ത് ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്നതാണെങ്കിൽ 800 വെച്ച് നമുക്ക്, അതാണ് ഒന്നാമത്തെ പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു. നേരിട്ട് പറയുന്ന ആൾക്കാർക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് വരുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന ഒന്നാമത്തെ ഇൻകം 800 രൂപ വെച്ചിട്ട്. ഇനി രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ലെവൽ ഇൻകം. 13 ലെവലിൽ നിന്ന് നമുക്ക് വീണ്ടും ഇൻകം കമ്പനി തരുന്നത്. നേരത്തെ റീചാർജിന്റെ 20 ലെവൽ ഫ്രീ കമ്മ്യൂണിറ്റി പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് 13 ലെവലിൽ നിന്നും നമ്മൾ കൊണ്ടുവരുന്നവരും അവർ കൊണ്ടുവരുന്നൊക്കെ ആൾക്കാർക്ക് ആക്ടിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കമ്പനി 13 ലെവലിൽ നിന്നും 50, 10, 20, 30, 10, 20, 30 എന്നൊക്കെ പറഞ്ഞിട്ട് 13 ലെവലിൽ നിന്നും ഇൻകം തരുന്നുണ്ട്. പുതിയ ആൾക്കാർ ഈ നെറ്റ്വർക്കോ MLM ബിസിനസ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിന്റെ താഴെ നോക്കി കാണാൻ വേണ്ടി പറ്റും ഈ ലെവലുകൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. ഞാൻ ഇതിലേക്ക് വരുന്നു, ഞാൻ നേരിട്ട് പറഞ്ഞ വ്യക്തികളൊക്കെ ഒന്നാമത്തെ ലെവൽ, അവരൊക്കെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ കമ്പനി എനിക്ക് 50 രൂപ വെച്ച് തരും. ഒന്നാമത്തെ ലെവൽ 50 രൂപ ഉള്ള പറഞ്ഞത്. അതിനുശേഷം അത് എത്ര വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, 4 നിന്നല്ല 5, 10, 100 എത്ര ആൾക്കാർ നേരിട്ട് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലെവലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അവര് പറഞ്ഞ വ്യക്തികൾക്ക് എന്റെ രണ്ടാമത്തെ ലെവൽ. എത്ര പേരുണ്ടാവും ആ സമയത്ത്? ഞാനൊരു 10 ആളോട് പറഞ്ഞു, 10 ആൾക്കാർ 10 ആൾക്കാരോട് 100 ആൾക്കാർ എന്റെ രണ്ടാമത്തെ ലെവൽ വന്നിട്ടുണ്ടാവും. അവിടെ കമ്പനി തരുന്നത് രണ്ടാമത്തെ ലെവൽ 10 രൂപ വെച്ചിട്ട്, മൂന്നാമത്തെ ലെവൽ ആക്ടിവേഷൻ വരുന്ന സമയത്ത് 20 രൂപ, നാലാമത്തെ ലെവൽ 30 രൂപ, അങ്ങനെ 10, 20, 30, 13 ലെവലിൽ നിന്ന്. അതിലൊരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം, കമ്പനി ഒരു 4 ആൾക്കാരെ നമ്മൾ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കോടികൾ, 242 കോടി രൂപയൊക്കെ. അതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നാമത്തെ ലെവലിൽ നേരെ പോകുമ്പോൾ എമൗണ്ട് 50 രൂപ, ഒന്നാമത്തെ ലെവൽ 50 രൂപയാണല്ലോ കമ്പനി നമുക്ക് തരുന്നത്. അവിടെ 4 ആൾക്കാരോട് നമ്മൾ 4 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ആക്റ്റീവ് യൂസറായിട്ട് അവർ വന്നു 4,719 രൂപ കൊടുത്തിട്ട് 4 ആക്ടിവേഷൻ നടക്കുമ്പോൾ 4 × 50 രൂപ വെച്ചിട്ട് 200 രൂപ ഒന്നാമത്തെ ലെവൽ നമുക്ക് കിട്ടി.
ലെവലിംഗ് ആയിട്ട്. നേരത്തെ റഫറലിംഗം 4x4 ഇൻവൈറ്റ് ചെയ്തെങ്കിൽ 4x800 നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിന് പുറമെയാണിത്. അപ്പൊ ഒന്നാമത്തെ ലെവലിൽ 4 ആക്ടിവേഷൻ വന്നതാണെങ്കിൽ ×50 200 രൂപ. രണ്ടാമത്തെ ലെവലിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ ഈ 4 ആൾക്കാർ എന്റെ കൂടെ എന്റെ പാർട്ട്ണറായിട്ട് ബിസിനസ് ചെയ്യാൻ വന്നിട്ടില്ല 4 ആൾക്കാരും ഇത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരും 4 ആൾക്കാരോട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കഴിഞ്ഞ് അവരും ആക്റ്റീവ് യൂസ് ആയിട്ട് വരുമ്പം എന്റെ രണ്ടാമത്തെ ലെവലിൽ 16 ആക്റ്റീവ് യൂസർ വന്നിട്ടുണ്ടാവും, 16 ആക്ടിവേഷൻ വന്നിട്ടുണ്ടാവും. 10 രൂപയാണ് അവിടെ കമ്പനി തരുന്നത്. അപ്പൊ 16 ആക്ടിവേഷൻ നടക്കുമ്പോൾ 16 × 10 രൂപ വെച്ച് 160 രൂപ രണ്ടാമത്തെ ലെവൽ. മൂന്നാമത്തെ ലെവലിൽ 20 രൂപ വെച്ചിട്ട് അതിൽ. അപ്പൊ 64 ആക്ടിവേഷൻ അവിടെ വന്നിട്ടുണ്ട്. കാരണം 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഇങ്കാണിത്. അപ്പൊ മൂന്നാമത്തെ ലെവലിൽ 64 ആക്ടിവേഷൻ വരുമ്പോൾ 20 രൂപ വെച്ച് 1250 രൂപ. നാലാമത്തെ ലെവൽ 30 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പൊ 256 ആക്ടിവേഷൻ വന്നിട്ടുണ്ടാവും. ×30 രൂപ 7650 രൂപ. അഞ്ചാമത്തെ ലെവൽ എത്തുമ്പോൾ ഒരു 10 രൂപയെ കമ്പനി നമുക്ക് തരുന്നത് ഒരു ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് അഞ്ചാമത്തെ ലെവലിൽ. പക്ഷെ അവിടെ ആളുകളുടെ എണ്ണം 1024 ആക്ടിവേഷൻ വന്നിട്ടുണ്ടാവും 4ന്റെ ഡ്യൂപ്ലിക്കേഷനിൽ പോവുകയാണെങ്കിൽ. അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ 242 കോടി രൂപയിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ അതാണ് ഈ 10, 20, 30 എന്നൊക്കെ പറയുന്നത്. നേരിട്ട് പറഞ്ഞ വ്യക്തികൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ റഫറലിംഗ് ആയിട്ട് 800 + 50 രൂപ ലെവലിംഗ് ആയിട്ട് കിട്ടും. അത്ര ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ 850 വെച്ചിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ടാവും. ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇതിനും റഫർ ലിമിറ്റോ ടൈം ലിമിറ്റോ ഒന്നുമില്ല. നമ്മളെ പെർഫോമൻസ് എങ്ങനെയാണോ നമുക്ക് എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുമോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് സൂം മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. സാധനം എടുത്തിട്ട് അവരെ വീട്ടിൽ പോയിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടല്ലോ. ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലേ, പ്ലേ സ്റ്റോറിലുള്ള ഫോണിലുള്ള ആപ്ലിക്കേഷൻ ആണ്. മീറ്റിങ്ങിലേക്ക് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി ടീം ബിൽഡിംഗ് കമ്മീഷൻ, ബൈനറി ഇൻകം. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകരുത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് മറ്റേതാന്ന് പറയരുത്. കാരണം 10, 60, 70 വർഷത്തോളമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ തികച്ച് ലീഗലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഇൻകം പ്ലാനാണ് ഇത്, ബൈനറി സിസ്റ്റം. പക്ഷെ ഇതൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് പല കമ്പനിക്കാർ. ഇത് മണി ചെയിൻ പോലുള്ള കമ്പനികൾ ക്യാഷ് ഇടുക, അടിയിൽ വരുന്ന ആൾ ക്യാഷ് എടുത്ത് മുകളിലാക്കി കൊടുക്കുക, അങ്ങനെ ക്യാഷ് ഇട്ട് അങ്ങനെ പോകുന്നത്. ആ ഒരു പ്രോഗ്രാം ഒന്നല്ല ഇവിടെ വരുന്നത്. നമുക്ക് മൂന്നാമതായിട്ട് ഇൻകം തരാൻ വേണ്ടിയിട്ട് കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ, ബൈനറി ഇൻകം. ആപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് വീണ്ടും പൈസ തരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ടീം ബിൽഡിംഗ് കമ്മീഷൻ, നമ്മുടെ കമ്പനി പറയുന്ന പേരാണത്. ഇതിലേക്ക് നമ്മൾ വന്നു. യു എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഞാനാണെന്ന് കരുതുക. ഞാൻ വന്നതിന് ശേഷം എന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്റെ ഒരു അടുത്തൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു. അവർ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. ആ സമയത്ത് കമ്പനി എനിക്ക് നേരത്തെ പോലെ റഫറൽ ഇൻകം 800 + 50 രൂപ ലെവലിംഗും തന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയും 850 രൂപ ഒരു വ്യക്തി ആക്റ്റീവ്സ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ എനിക്ക് കമ്പനി തന്നു. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ അറിയോ, നേരത്തെ ലെവലിംഗോ റഫറലിംഗോ ഒക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഇതുപോലെ ഒറ്റ സൈഡിൽ പോയി കഴിഞ്ഞാലും കിട്ടും. 242 കോടി ലെവലിംഗം പറഞ്ഞില്ലേ, ഒന്നാമത്തെ ലെവലിൽ 50 രൂപ, രണ്ടാമത്തെ ലെവലിൽ 10, 20, 30 ഒക്കെ പറഞ്ഞില്ലേ. ഒറ്റ സൈഡ്, വൺ സൈഡ് പോയാൽ പോലും കിട്ടുന്ന ഇങ്കാണ്. ലെഫ്റ്റും റൈറ്റും വരണമെന്ന് അങ്ങനത്തെ ഒരു നിർബന്ധം അവിടെ ഇല്ല. നമുക്ക് കൂടുതൽ ഈ ബൈനറി ഇൻകം കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും ടീമിനെ ബിൽഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഇങ്കാണ് ബൈനറി. ഓരോ പെയർ മാച്ചിങ്ങിലും നമുക്ക് 400 വെച്ചിട്ട് കിട്ടുന്നത്. അപ്പൊ 2 ആക്ടിവേഷൻ വരുന്ന സമയത്ത് തന്നെ ലെഫ്റ്റും റൈറ്റിലും ഞാൻ പ്ലേസ്മെന്റ് ചെയ്ത് എനിക്ക് 1700 രൂപ, 850, 1700 രൂപ എനിക്ക് അവിടെ ജനറേറ്റ് ആവും. പിറ്റേന്നത്തേക്ക് ബാങ്കിലേക്ക് വരും. ഒരാഴ്ച, ഒരു മാസം ഇത്ര ആപ്ലിക്കേഷൻ ബുക്കാണെന്ന് ഒരു കണക്കൊന്നും അവിടെ ഇല്ല. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തോ ക്യാഷ് കമ്പനി പിറ്റേന്നൊക്കെ എന്റെ ബാങ്കിലേക്ക് തരും. ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ലെവലിംഗും റഫറലിംഗും 2 വ്യക്തികൾ ഞാൻ അപ്പുറം ഇപ്പുറം ചെയ്തു. 850 എത്ര കിട്ടി? 1700 പ്ലസ് ബൈനറി ഇൻകം 400. ഒരു പെയർ മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും പെയർ മാച്ചിങ് നടക്കുമ്പോൾ 400 രൂപ കൂടി അധികം എക്സ്ട്രാ തരും എനിക്ക്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ബൈനറി മാച്ചിങ് നമ്മൾ ടീമിനെ ബിൽഡായി. നമ്മൾ ചിലപ്പോൾ 1-2 വ്യക്തികളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇവര് നല്ല രീതിയിൽ ഇത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ തലവരൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് ബൈനറി ഓരോ മാച്ചിങ് നടക്കുമ്പോഴും 400 വെച്ച് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവിടെ മാത്രം കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ടീമിൽ നടക്കുന്ന ബിസിനസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ദിവസം മാക്സിമം കമ്പനി തരുന്ന എമൗണ്ടാണ് ഡെയിലി സീലിംഗ് ലിമിറ്റ് 10,000 രൂപ. 10,000 രൂപ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് 25 ആക്ടിവേഷൻ റൈറ്റിലും 25 ആക്ടിവേഷൻ ലെഫ്റ്റിലും വരണം. ഇത് നമ്മൾ തന്നെ നേരിട്ട് കൊണ്ടുവരണോ? വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ 1, 2, 3, 4 ആൾക്കാർ വന്ന് അവര് നല്ല രീതിയിൽ ബിൽഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സീലിംഗ് ആയിരിക്കും. ആക്ടിവേഷൻ അപ്പുറം ഇപ്പുറം വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ടാവും. 10,000 രൂപ മാക്സിമം. അപ്പൊ ഈ ബൈനറി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ജോഡി പെയർ മാച്ചിങ് നടക്കുമ്പോഴും 400 വെച്ച് കിട്ടുന്നത് 600 രൂപയിലേക്ക് എത്തുന്നുണ്ട് നമുക്ക്.
അത് നമ്മുടെ ടീമിനെ കൂടെ വന്നുള്ളവരെ വെറുതെ അങ്ങനെ വിട്ടല്ല, അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 400 എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് 600ലേക്ക് എത്തുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ ഞാൻ അത് പറഞ്ഞുതരാം. ടീം ബിൽഡിംഗ് കമ്മീഷൻ ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി ടീം വോളിയം ഇൻസെന്റീവ്, റാങ്ക് ആൻഡ് ഇൻസെന്റീവ് ഇതിലും ഉണ്ട് റാങ്കുകൾ. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് ഓഫീസർ, സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ, ടീം ഡെവലപ്മെന്റ് ഓഫീസർ, സീനിയർ ടീം ഡെവലപ്മെന്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് 14 റാങ്കുകൾ. 14ാമത്തെ റാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന റാങ്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ റാങ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ കണക്ക് പറഞ്ഞില്ലേ, ഇവിടെ 242 കോടിയൊക്കെ. ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം സേവ് ആപ്പ് വാങ്ങിച്ചു, 4719 രൂപ മാത്രം കൊടുത്തോണ്ട്. ഈ കോടികളും ലക്ഷങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ആഴ്ചയിലോ മാസത്തിലോ ഒന്നും ചെയ്യേണ്ട ഒരു നിർബന്ധവുമില്ല. അങ്ങനത്തെ ഒരു ഇതൊന്നല്ല കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യം ആക്റ്റീവ്സ് ആയിട്ട് വരുന്നു, ഈ പറഞ്ഞുള്ള പൈസകളൊക്കെ വാങ്ങിക്കാം, ഈ പറഞ്ഞുള്ള റാങ്കുകളും അച്ചീവ് ചെയ്യാം. ഒരു നയാ പൈസ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണ്ട. ഇവിടെ റാങ്കുകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം. ടീമിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 4 ആക്റ്റീവ് യൂസർ വന്നു കഴിഞ്ഞാൽ, ലെഫ്റ്റിലും 4 ആക്റ്റീവ് യൂസർ, റൈറ്റിലും 4 ആക്റ്റീവ് യൂസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയുടെ 1ാമത്തെ റാങ്ക്, ഫസ്റ്റ് റാങ്കിലേക്ക് എത്തും. അപ്പോൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ടീമിന്. നമ്മൾ ഒറ്റയ്ക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല. ഡെയിലി സ്പോൺസറിങ് നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ. അപ്പൊ കൂടെ വന്നിട്ട് 1, 2, 3, 4 വ്യക്തികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 4 ആക്ടിവേഷൻ വന്ന് 4 പേർ മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ 1ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള റാങ്കിലെത്തുമ്പോൾ 500 രൂപ വീണ്ടും ഇൻസെന്റീവ് തരുന്നു, 1 ടൈം ആയിട്ട്. നേരത്തെ പറഞ്ഞ ലെവലിംഗോ റെഫറിംഗോ ബൈനറിംഗത്തിനും പുറമെ 500 രൂപ ഇൻസെന്റീവ് ഫസ്റ്റ് റാങ്കിലെത്തുമ്പോൾ. നമ്മൾ വീണ്ടും ക്യാഷ് ഇട്ടോ ഒന്നും ചെയ്തിട്ടില്ല, 4719 രൂപ എടുത്ത് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, ഒരു ടീമിനെ ബിൽഡാക്കാൻ വേണ്ടി പോകുന്നു. 4 ആക്ടിവേഷൻ വരുന്നു, റൈറ്റിലും ലെഫ്റ്റിലും ഫസ്റ്റ് റാങ്ക് 500 രൂപ ഇൻസെന്റീവ്. ഇനി സെക്കൻഡ് റാങ്ക് കിട്ടുന്നതോ, കൂടെ വന്നിട്ടുള്ള ആൾക്കാർ വീണ്ടും ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ടീം ബിൽഡ് ആകുമ്പോൾ നമുക്ക് 12 ബൈനറി ഓട്ടോമാറ്റിക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവും. ലെഫ്റ്റിലും 12 ആക്ടിവേഷൻ, റൈറ്റിലും 12 ആക്ടിവേഷൻ വരുമ്പോൾ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സെക്കൻഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ 1000 രൂപ വീണ്ടും നമുക്ക് തരുന്നത് ഇൻസെന്റീവ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ 30 ബൈനറി, ലെഫ്റ്റിലും റൈറ്റിലും 30 ബൈനറി വരുന്ന സമയത്ത് 3ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് ഓഫീസർ 2000 രൂപ ഇൻസെന്റീവ് വീണ്ടും തരുന്നു. പിന്നെ 80 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 4ാമത്തെ റാങ്ക്, അവിടെ നമുക്ക് എത്ര വരുന്നത്? 4000 രൂപ ഇൻസെന്റീവ് വരുന്നത്. പിന്നെ അഞ്ചാമത്തെ റാങ്കിലേക്ക് എത്തണമെങ്കിൽ 200 ബൈനറി ലെഫ്റ്റിലും റൈറ്റിലും മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 10,000 രൂപ ഇൻസെന്റീവ് വരുന്നു. അപ്പൊ ഓരോ ബൈനറി മാച്ച് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ കൊണ്ടുവരുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 4, 5 ആൾക്കാരൊക്കെ കൊണ്ട് ടീം ബിൽഡായിട്ട് പോയി കഴിഞ്ഞാൽ ബൈനറിയും കിട്ടുന്നുണ്ട് നമുക്ക് 400 വെച്ചിട്ട്, റാങ്ക് ആൻഡ് ഇൻസെന്റീവും കിട്ടുന്നുള്ള 1 ടൈം ആയിട്ട് 500, 1000, 2000, 400 അതൊക്കെ സ്പോട്ട് നമുക്ക് തരുന്ന കാര്യമാണ്. ഈ 14ാമത്തെ റാങ്ക് എത്തുന്ന സമയത്തല്ല നമുക്ക് തരുന്നത്. 10 കോടി രൂപ നമുക്ക് ഇവിടെ കമ്പനി തരുന്ന പറയുന്നത് ഓരോന്നും തന്നു പോകുന്നതാണ്. 1ാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൽ 500 രൂപ, 2ാമത്തെ റാങ്കിൽ 1000 രൂപ, 3ാമത്തെ 2000, 4000, 10,000, 20,000, 40,000, 1.5 ലക്ഷം, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 14ാമത്തെ റാങ്ക് പ്രസിഡന്റ് എന്ന റാങ്കിലെത്തുമ്പോൾ 7.5 കോടി രൂപ ആ ഒരൊറ്റൊരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടും. പ്രസിഡന്റ് എന്ന റാങ്ക് 40 ലക്ഷം ബൈനറി മാച്ചാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? 40 ലക്ഷം ബൈനറി ഒറ്റക്ക് നടക്കൂല. അതാണ് പറഞ്ഞത്, ടീമിനെ ബിൽഡ് ചെയ്യുക, കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ടീമിൽ ബിൽഡ് ആകുമ്പോൾ ഈ പറഞ്ഞില്ല 400 ബൈനറി കിട്ടുന്നുണ്ടാവും. അതിനു പുറമെ റാങ്ക് ആൻഡ് ഇൻസെന്റീവ് ആയിട്ട് ഈ പറഞ്ഞില്ല 7.5 കോടിയും പ്ലസ് മുകളിലൊക്കെ കൂടി 10 കോടി രൂപ 10 CR നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ടൈം ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങി കളിച്ചോ, ആൾക്കാരിലേക്ക് എത്തിച്ചോ, അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ടീം വോളിയം ഇൻസെന്റീവ്, റാങ്ക് ആൻഡ് ഇൻസെന്റീവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെന്ത് ചെയ്ത 4719 ഒറ്റ പ്രാവശ്യം ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, ഒരു ടീമിനെ ബിൽഡാക്കി. മറ്റുള്ള MLM കമ്പനികളൊക്കെ നിങ്ങൾ നോക്കുക, കമ്പനി ഒന്നും കുറ്റം പറയുന്നില്ല, പ്രൊഡക്റ്റുകളൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മളൊരു 5000-നോ 10,000-നോ 20,000-നോ സാധനം വാങ്ങിച്ചുകൊണ്ട് അതിലേക്ക് അസോസിയേറ്റ് ചെയ്യും, ശരിയല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചില്ല ലീഡർ ഉണ്ടാവും, അയാൾ വരുന്നുണ്ടാവും. എന്താണ് ബിസിനസ്, പിന്നെ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിച്ചുകൂടെ, ഒരു 1.5 ലക്ഷം രൂപക്കോ 2 ലക്ഷം രൂപക്കോ പ്രൊഡക്റ്റ് വാങ്ങിച്ചോ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര റാങ്ക് കിട്ടും, അതിന്റെ ഇൻസെന്റീവ് കിട്ടുന്നുണ്ടാവും, ട്രിപ്പുകൾ കിട്ടും, മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് ട്രിപ്പ്, ഗോവ ട്രിപ്പ് ഒക്കെ കിട്ടും. അപ്പൊ കുറച്ചുകൂടി സാധനം വാങ്ങിച്ചുകൂടെ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 10,000-ന് 20,000 സാധനം വാങ്ങിച്ചിട്ടുണ്ടാകുക. ഇയാൾ വന്നിട്ട് കുറച്ച് മോട്ടിവേഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യയുടെ മാലയോ വളയോ പണയം വെച്ചിട്ട് വീണ്ടും ചെയ്യും, 1.5 ലക്ഷം രൂപക്ക് സാധനം എടുക്കും. ഒരുപക്ഷെ ഉപകാരമുള്ള പ്രൊഡക്റ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ വെറും വേസ്റ്റ്.
അയാളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മളെ വാങ്ങിച്ചിട്ട് അവിടെ എന്താ പറയുക തട്ടിൻ പുറത്തൊക്കെ വെറുതെ ഇടേണ്ടി വരും. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, എത്ര ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലും ടീമിനെ ബിൽഡായി കഴിഞ്ഞോ റാങ്ക് ആൻഡ് ഇൻസെന്റീവും ബൈനറിയും ലെവലിംഗും റഫറിയും എല്ലാ കാര്യവും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒറ്റ പ്രാവശ്യം 4719 കൊടുത്ത് ആപ്ലിക്കേഷൻ വാങ്ങിക്കാം. ഇത് നമുക്ക് 400 എന്ന് പറഞ്ഞാൽ നമുക്ക് 600 എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബൈനറി ഇൻകം. ക്ലബ്ബ് ബോണസ് ആയിട്ടാണ് കമ്പനി തരുന്നത്. 5 ക്ലബ്ബുകളിലേക്ക് നമ്മൾ എത്തലാണ്. നമുക്ക് റാങ്കുകൾ കിട്ടിയതിന് പുറമെ നമ്മൾ ഈ ക്ലബ്ബുകളിലേക്ക് കൂടി അച്ചീവ് ചെയ്യാം. പില്ലേഴ്സ് ക്ലബ്ബ്, ബ്ലൂമേഴ്സ് ക്ലബ്ബ്, ലീഡേഴ്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് 5 ക്ലബ്ബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലബ്ബുകളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയോ? ഇവിടെ സപ്പോർട്ട് കൊടുക്കണം കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ നമ്മളൊന്ന് നോക്കേണ്ടത് നമ്മൾ ആപ്ലിക്കേഷനകത്തുള്ള 16 ഫീച്ചേഴ്സുകൾ പറഞ്ഞില്ലേ, ഒന്നിനോടൊന്ന് ക്ലബ്ബ് ചെയ്ത ഫീച്ചേഴ്സുകൾ അതിനകത്ത് വരുന്നത്. പേയ്മെന്റ്സ് റെസിപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻകം പ്ലാനും വരുന്നത്. ഒന്നിനോട് ക്ലബ്ബ് ചെയ്തിട്ടുള്ള പ്ലാനുകളാണ് വരുന്നത്. സപ്പോർട്ട് കൊടുത്തോളൂ ടീമിന്. കൂടെ വന്നുള്ള 1-2 ആൾക്കാരെ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ലക്ഷങ്ങളും കോടികളും നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത് നമ്മളുകൊണ്ട് 1-2 ആൾക്കാരെ അവിടെ ഇട്ടിട്ട് പോയി അവരെ കമ്മീഷൻ പോക്കലിട്ട് നമ്മൾ വേറെ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല ഇവിടെ. അപ്പൊ ഈ ക്ലബ്ബുകളിലേക്ക് എത്തിയിട്ട് നമുക്ക് 600 എത്തണമെങ്കിൽ എന്താ വേണ്ടത് അറിയോ? ഇവിടെ ബൈനറി കൂടെ വന്നിട്ടുള്ള ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 ആൾക്കാർ നമ്മൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ നേരിട്ട് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലും പ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ള 2 ആൾക്കാരെ ഞാൻ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. സെപ്പറേറ്റ് സൂം മീറ്റിങ്ങുകൾ ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർ തരുന്ന നമ്പേഴ്സിൽ കോള് വിളിച്ചിട്ട് സംസാരിക്കുന്ന പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇവരെ എന്റെ കൂടെ ഞാൻ നേരിട്ട് കൊണ്ടുവന്നുള്ള 2 ആൾക്കാരെ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിക്കുന്നു. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള 2 ആൾക്കാരെ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പില്ലേഴ്സ് ക്ലബ്ബ് എന്നുള്ള 1ാമത്തെ ക്ലബ്ബിലേക്ക് എത്തും. അവിടെ എനിക്ക് 400 ഉള്ളത് 10% കൂടി ബൈനറി കൂടുതലായിട്ട് വന്നിട്ട് 440 കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ പെയർ മാച്ചിങ് നടക്കുന്നുണ്ടോ 440 വെച്ചിട്ടായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി 2ാമത്തെ ക്ലബ്ബിലേക്ക് നമ്മൾ ലീഡേഴ്സ് ക്ലബ്ബിലേക്ക് എത്തണമെങ്കിലോ കൂടെ വന്നിട്ടുള്ള 2 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് റാങ്കിലേക്ക് എത്തിക്കുക. കൂടെ വന്നിട്ടുള്ള 2 ആൾക്കാരെ നമ്മൾ സെക്കൻഡ് റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബ്ലൂമേഴ്സ് ക്ലബ്ബിലേക്ക് എത്തും. അവിടെ നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 450 ആയിരിക്കും ബൈനറി കിട്ടുന്നുണ്ടാവുക. പിന്നെ ലീഡേഴ്സ് ക്ലബ്ബിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരെ 2 ആൾക്കാരെ മാർക്കറ്റിംഗ് ഓഫീസർ 3ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈനറി ഇൻകം പിന്നെ 520 പിന്നെ 4ാമത്തെ റാങ്കിലേക്ക് എത്തിക്കുമ്പോൾ 560 കൂടെ വന്നുള്ള 2 ലെഫ്റ്റിലും റൈറ്റിലുമുള്ള 2 ആൾക്കാർ നമ്മൾ 5ാമത്തെ റാങ്ക് ടീം ഡെവലപ്മെന്റ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള 2 ആൾക്കാർ 5ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 600 വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഓരോ പെയർ മാച്ചിങ്ങിനും. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ക്ലബ്ബ് ബോണസ് ഇപ്പൊ ഇതിലും ഈ ബൈനറിയിലും ഈ റാങ്ക് ആൻഡ് ഇൻസെന്റീവിലും ക്ലബ്ബ് ബോണസ് എല്ലാം പറയാൻ എന്താണ്, ടീമിനെ സപ്പോർട്ട് കൊടുക്കുക, കൃത്യമായിട്ട് കൈപിടിച്ച് ഉയർത്തുക, വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതെല്ലാവരും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ടീമൊന്നും നോക്കുന്നില്ല. എല്ലാവരും സപ്പോർട്ട് കൊടുത്ത് വരിക ചെയ്യുന്നത്. ആരും വന്നിട്ടുള്ള ഒരാളും അവിടെ ഇടുന്നില്ല. ഇനി അഥവാ ബൈ ചാൻസിൽ ഏതെങ്കിലും ലീഡേഴ്സ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത ലീഡർ എന്തെങ്കിലും സപ്പോർട്ട് തന്നില്ലെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി. ഇവിടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. കമ്പനി ലൈവായിട്ടുണ്ട്, MD ലൈവായിട്ടുണ്ട്. നമ്മുടെ മാനേജർക്ക് ഫുൾ ടൈം 24 hours ലൈവിലാണ്. ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം ഹെൽപ്പും ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ വേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ടുവന്നില്ല നമ്മളെ സ്പോൺസർ മാത്രമായിട്ട് കമ്മ്യൂണിക്കേഷൻ പാടില്ല. 3 ലീഡേഴ്സ് ആയിട്ട് എപ്പോഴും നമ്മൾ ഒന്ന് കോണ്ടാക്ട് വെച്ചിരിക്കുക, സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇയാള് ചിലപ്പോൾ എപ്പോ വേണമെങ്കിൽ പോവാ അടുത്ത കമ്പനിയിലോട്ട്. കാരണം നെറ്റ്വർക്കിൽ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണ്, ആ ഒരു കമ്പനിയിലേക്ക് നെറ്റ്വർക്കർ അങ്ങനെ ചെയ്യാം. ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു മാസം 2 മാസം 3 മാസം അവിടെ നിൽക്കൂലോ. അടുത്ത ഓഫർ അയാൾക്ക് വരും, നല്ലൊരു ടീമിനെ തരാം, ബിൽഡ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ കൊടുക്കും, ലക്ഷങ്ങൾ കൊടുക്കും. അയാൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അവിടെ ഇട്ടിട്ട് അടുത്ത കമ്പനിയിലോട്ട് പോകും. അതല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, ഇവിടെയുള്ള ആൾക്കാരോട് പറയും ഇവിടെ ഇൻകം കുറവാണ്, ഇവിടെ 10 കൊല്ലാലും 15 കൊല്ലാലും പൈസ ഒന്നും കിട്ടൂല, നമുക്ക് അപ്പുറം പോവാം, അവിടെ സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, നല്ല കമ്പനിയാണ്, ഇത്ര രാജ്യങ്ങളുണ്ട് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാരും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. എന്തിന്, അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെയുള്ള പാവങ്ങൾ എന്ത് ചെയ്യും, ഇതും വിശ്വസിച്ച് കൂടെ അങ്ങ് പോകും. കൂടെ പോയിട്ട് 1-2 മാസം കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അടുത്ത കമ്പനിയിലോട്ട് പോകും. ഇത് തന്നെയാണ് അയാളുടെ പണി. ഇനിയിപ്പോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അസോസിയേറ്റ് ഇപ്പൊ നിങ്ങൾ വന്നിട്ടുള്ള സ്പോൺസർ നിങ്ങളെ ലീഡർ ഒന്ന് നോക്കിയാൽ മതി, അയാൾ ഇതിനു മുമ്പ് എന്താ ചെയ്തിട്ടുള്ളതെന്നൊന്ന് പരിശോധിച്ച് നോക്കുക. പക്ഷെ ഇവിടെ കമ്പനി ജെനുവിനാണ്, പക്ക ക്ലിയർ ആണ്, MD ലൈവിലുണ്ട്, ഇതിന്റെ മാനേജർ, പിന്നെ നമ്മളെപ്പോൾ ഒരുപാട് ലീഡേഴ്സ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലൈവിലുണ്ട്. നിങ്ങൾ സ്പോൺസർ ലൈവിലില്ല, അയാൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. 365 ദിവസം 3 നേരം സൂം മീറ്റിംഗ് കിട്ടുന്നുണ്ട്.
നിങ്ങൾക്ക് പങ്കെടുക്കാം, നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവരെ പങ്കെടുപ്പിക്കാം, ബിസിനസ് ഡെവലപ്പ് ആക്കാം, വരുമാനം കമ്പനി തരും. ഇനി അതും വേണ്ട, സൂം മീറ്റിംഗ് റെക്കോർഡ് ചെയ്ത് ഇപ്പൊ ഈ മീറ്റിംഗ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലിടും. അവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ കൊണ്ടുവന്ന ലീഡർ വേറെ സ്ഥലത്തേക്ക് പോയി നമ്മൾ ടെൻഷൻ അടിക്കണം, നിലനിൽക്കുക. കാരണം ഏതൊരു കമ്പനിയിലേക്ക്, നെറ്റ്വർക്ക് അല്ല, ട്രഡീഷണൽ മാർക്കറ്റ് അല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞ് 1-2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ആകാൻ വേണ്ടി പറ്റുകയുള്ളൂ. ട്രഡീഷണൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമ്മളെ ഏട്ടനോ അല്ല അനിയനോ ആരെങ്കിലും, അച്ഛനോ ആരെങ്കിലും സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് എന്താ പറയാ, അച്ഛ അല്ല പിന്നെ ഏട്ടാ 1-2 വർഷമൊക്കെ ഒന്ന് പിടിച്ചിരിക്കണേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ഒരു 5-6 മാസം കൊണ്ട് പൈസ ഒന്നും കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. എന്നാലും നമ്മൾ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ സമയം ചെലവിടും. 2-3 വർഷം അവിടെ നമ്മൾ മെനക്കിടും. ഒന്നും കിട്ടിയില്ല പോലും, നമുക്ക് നഷ്ടമെങ്കിൽ പോലും, കാരണം അത്രയും വർഷം നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നെ പ്രോഫിറ്റ് വരാൻ വേണ്ടി സെയിം അതേപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും. നമ്മൾ ഇതിലേക്ക് വന്ന് 1-2-3 മാസം കൊണ്ട് നമുക്ക് ലക്ഷങ്ങളും കോടികളൊക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 242 കോടിയൊക്കെ, ഇതൊക്കെ നമുക്ക് 2-3 മാസം കൊണ്ട് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നുണ്ടാകുക. 1-2 മാസം ചിലപ്പോൾ 100, 200, 300, 500 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. നമ്മൾ വിട്ടിട്ട് പോകാൻ വേണ്ടി പാടില്ല. കാരണം നമ്മളിത് വിട്ടു പോയി കഴിഞ്ഞാൽ സെയിം അടുത്ത കമ്പനി തന്നെ നമുക്ക് അവസ്ഥ ഉണ്ടാകുക. അപ്പൊ ഇതിന്റെ കൂടെ പിടിച്ചു നിൽക്കുക. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു സ്ഥിര വരുമാനം, സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുക. അതുവരെ ഇല്ല നിലവിലുള്ള ജോലിയും കളഞ്ഞിട്ട് ഇതിൽ ലക്ഷങ്ങൾ കിട്ടുന്ന അതും കളഞ്ഞ് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെലവിന് പോലും പൈസ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പൊ നെറ്റ്വർക്കിന്റെ സാധ്യതകൾ അറിഞ്ഞുകൊണ്ട് പഠിച്ചത് കൊണ്ട് പറയുന്നതാണ്, നമ്മൾ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് ജെന്യുവിൻ കമ്പനിയാണോ, പക്ക ക്ലിയർ ആണോ, കൂടെ നിന്നോ, ഇപ്പം കിട്ടുന്ന ആ വരുമാനം ഒന്നും നോക്കണ്ട. ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും നമുക്ക് ഉണ്ടാക്കാം. 1-2 വർഷമെങ്കിലും നിൽക്കണം എന്നാ പറയാം. 2-3 വർഷം പറയുന്നുണ്ട് മെയിൻ നെറ്റ്വർക്കേഴ്സ്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ. ലക്ഷങ്ങളും കോടികളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. ഈ പറഞ്ഞില്ല 2-3 വർഷം വേണമെന്ന് അങ്ങനെ പറയുന്നതല്ല. നമുക്കിപ്പോ നമ്മളെ പെർഫോമൻസ് കൂടുതൽ ആളുകൾക്ക് ഫാസ്റ്റ് ആയിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുമോ, ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 6 മാസം കൊണ്ട് ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ല 3 മാസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ പിടിച്ചു നിൽക്കുക. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും വിട്ടു പോകരുത്. നമുക്ക് ഇൻകം കിട്ടുന്നില്ല എന്ന് കരുതി കൃത്യമായിട്ട് 3 ടൈമും മീറ്റിങ്ങിൽ കയറിയിട്ട് പ്ലാൻ കൃത്യമായിട്ട് പഠിക്കുക. നമ്മളെ ടീമിനെ കൂടി പങ്കെടുപ്പിക്കുക മീറ്റിങ്ങുകളിൽ. എല്ലാ ദിവസവും നമ്മൾ തന്നെ ഇത് കേട്ട് കേൾക്കണം. നമ്മുടെ ടീമിനെ കൂടി പങ്കെടുപ്പിക്കാൻ നോക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്, ഒന്നിനോടൊന്ന് ക്ലബ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻകം പ്ലാനുകളും ടീമിനെ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുക. ഇനി 5-മത്തെ റീചാർജിന്റെ ലെവൽ ഇൻകം നമുക്ക് 2% കിട്ടും. കാരണം എന്താണ്, ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു. നമ്മൾ ആക്റ്റീവ് യൂസർ വന്നതിന് ശേഷം നമ്മളൊരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ പോലും ഫ്രീ ആയിട്ട് കാണുന്ന ആൾക്കാരോടൊക്കെ ഫ്രീ ആയിട്ട് പോകും. ഒരാളോട് പൈസ ആക്റ്റീവ് യൂസറുടെ കാര്യം നമ്മൾ പറയുന്നില്ല. 1-2-3-4-5-10 ആൾക്കാരോട് ഫ്രീ ആയിട്ട് പറയുന്നു. അവരവരെ ഫ്രണ്ട്സിനോട് ഫ്രീ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്നവരൊക്കെ സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 ലെവലിൽ നിന്ന് 2% വെച്ചിട്ട് കമ്മീഷൻ കിട്ടും. അവർക്ക് 20% കിട്ടും കേട്ടോ. സെൽഫായിട്ട് അവർ ഫോണിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് 20% അവർക്ക് കിട്ടും. ഒരു നഷ്ടവും ഇല്ല. കമ്പനി നമുക്ക് 2% വെച്ചിട്ട് 20 ലെവലിൽ നിന്ന് നമുക്ക് തരുന്നുണ്ടാവും. ഇത് ആരെങ്കിലും ഇവിടെ നോ പറയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരാളോട് സേവ് ആപ്പിനെ കുറിച്ച് പറയുന്നു. പൈസ ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾ ഗൂഗിൾ പേ എന്നാൽ ഇത്രയും കാലം റീചാർജ് ചെയ്തതിന് ജസ്റ്റ് ഒന്ന് സേവ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ റീചാർജ് ചെയ്ത് നോക്കിയാട്ടെ. എക്സ്ട്രാ ചാർജ് കൊടുക്കും വേണ്ട, കമ്പനി കിട്ടുന്ന ലാഭം 1 രൂപ 2 രൂപയ്ക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്ന പറയുമ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട. പിന്നെ ആരെ ഇവിടെ നോ പറയാ? നമ്മളൊന്ന് പറയാൻ തയ്യാറാണ്, മടിക്കരുത്. കാരണം നമ്മളെ ജീവിതം സെറ്റാണ്, നമ്മളെ ഫാമിലി സെറ്റാണ്. നമ്മളിത് ഇന്ന് കേട്ട് നാളെ കേട്ട് മറ്റന്നാൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മുമ്പത്തെ പോലെ തന്നെ ഉണ്ടാവുക. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. 2% വെച്ചെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ 1,96,000 രൂപയ്ക്ക് പറഞ്ഞില്ലേ, അതിന് നേരെ ഡബിൾ 2,93,000 രൂപയ്ക്ക് ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന നിങ്ങാണ്. ഇനി ഫാമിലി യൂസർ വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്നോളൂ. കാരണം കമ്പനിയിലേക്ക് 100% ആൾക്കാരും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണിത്, ഫാമിലി യൂസർ എന്ന് പറയുന്നത്. നമ്മൾ ആക്റ്റീവ് യൂസർ ആയിട്ട് വരുമ്പോൾ കൊടുത്ത എമൗണ്ട് എത്രയാണ്? 4,719 രൂപ. ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം വൺ ടൈം ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. IT കമ്പനിയാണ്, പൈസ കൊടുത്തു, സേവ് ആപ്പ് പ്രോഡക്റ്റ്, ഡിജിറ്റൽ പ്രോഡക്റ്റ് നമുക്ക് തന്നു. അതുപോലുള്ള 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് വരിക. ഒരാളുടെ പേരിൽ തന്നെ 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്നവരെ ഫാമിലി യൂസർ എന്ന് പറഞ്ഞു. ഇപ്പൊ 4ഉം 5ഉം 6ഉം ഫാമിലി ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഒരു കുടുംബത്തിലേക്ക് ഓടുന്ന സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
കാരണം ഒരു വ്യക്തിക്ക് മാത്രം പോരാ സാമ്പത്തിക അച്ചടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോ ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ആക്റ്റീവ് യൂസർ ആയിട്ട് ഞാൻ ഇതിലേക്ക് വന്നു, ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. സാമ്പത്തിക അച്ചടക്കം കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നു. എങ്ങനെ വരവും ചെലവും കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെക്കുന്നു, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. പക്ഷെ എന്റെ ഭാര്യ അല്ലെ പിന്നെ എന്റെ ഫാദറോ മദറോ ഇതൊന്നും ക്ലിയർ ചെയ്ത് പോകുന്നില്ലെങ്കിലോ, അവര് കെട്ടുന്ന പുറത്തിറങ്ങുന്ന ചുരിദാർ വാങ്ങുന്നു, സാരി വാങ്ങുന്നു, ഫുഡ് അടിക്കുന്നു, അടിച്ച് പൊളിക്കുന്നു. സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു വ്യക്തിയുടെ പേരിൽ 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് ഭാര്യക്കും കൊടുക്കുക, അല്ല ഫാദറും മദറിന്റെ ഒക്കെ ഫോണിൽ നിന്ന് ചെയ്തു കൊടുക്കുക ആപ്ലിക്കേഷൻ. അവരും പഠിക്കട്ടെ സാമ്പത്തിക അച്ചടക്കം. നമ്മളെ മക്കൾ വരെ കൊടുക്കുക, ചെറിയ കുട്ടികൾക്ക് വരെ കൊടുത്തിട്ട് ആ ഒരു ലെവൽ മുതലേ നമ്മൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരിക. കാരണം സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല നമ്മൾ ഇവിടെ എവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. സ്കൂളും കോളേജിലും നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? പക്ഷെ ഈ സാമ്പത്തിക പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇന്റഗ്ര അക്കാഡമിയുടെ ട്രെയിനിങ് സെഷൻ രാവിലെ കിട്ടുന്നുണ്ട് 6 മണിക്ക് 365 ദിവസം സൂമിലൂടെ ഫ്രീ ആയിട്ട്. ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് സാമ്പത്തിക അച്ചടക്കം എങ്ങനെ കൊണ്ടുവരാമെന്ന്, ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഈ പറഞ്ഞ പോലെ 4ഉം 5ഉം ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരാളുടെ പേരിൽ തന്നെ ഒരു വ്യക്തിയുടെ പേരിൽ 3 എണ്ണം വാങ്ങിച്ചു വരുന്നവരെ ഫാമിലി യൂസർ എന്നുള്ള കാറ്റഗറിയിലേക്ക് പെടുത്തുന്ന കമ്പനി. എത്ര വില വരുന്നത്? 4719. ഇതിന്റെ 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ 14,157 രൂപ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് നമ്മൾ വരുന്ന ഇതിലേക്ക്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല, ഞാൻ നേരത്തെ വീണ്ടും പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അല്ല, IT കമ്പനിയാണ്. സേവ് ആപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ 4719 ക്യാഷ് കൊടുത്ത് ആപ്ലിക്കേഷൻ തന്നു. അങ്ങനെ 3 എണ്ണം വാങ്ങിക്കുമ്പോൾ 14,157 രൂപ കൊടുത്ത് 3 ആപ്ലിക്കേഷൻ നമുക്ക് തന്നു. കൂടെ 14,500 പർച്ചേസ് പോയിന്റ് തരും. സേവ് കാട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ പർച്ചേസ് പോയിന്റ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അടുത്ത സ്ലൈഡിൽ വരും സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് വെക്കുക ഞങ്ങള്. 14,157 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാ പറയുന്നത്. ഫ്രീ പർച്ചേസ് പോയിന്റ് 14,500, അതിനേക്കാൾ കൂടുതൽ പർച്ചേസ് പോയിന്റ്. 3 വർക്കിംഗ് ID. നേരത്തെ പറഞ്ഞ റഫറൽ ഇൻകം, ബൈനറി ഇൻകം, ലെവൽ ഇൻകം, റാങ്കിങ് ഒക്കെ ഒരേ ID നമ്മൾ പറഞ്ഞില്ലേ, ലക്ഷങ്ങളും കോടികളും. ഇതൊക്കെ 3ലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. 3 നല്ല ടീമിനെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ. സീലിംഗ് ലിമിറ്റ് 10,000 രൂപയൊക്കെ പറഞ്ഞില്ലേ, ഒരു ദിവസം 1 ഡേ ഒരു ഐഡിയയില് 3 ഐഡിയയിലും കൂടിയിട്ട് ഡെയിലി 30,000 രൂപ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു മാസം 3 ലക്ഷം രൂപ 9 ലക്ഷം രൂപയൊക്കെ സീലിംഗ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി വരും 3 ഐഡിയയിൽ. അപ്പൊ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. 3 ആപ്ലിക്കേഷൻ തരുന്നു, 3 വർക്കിംഗ് ID തരുന്നു, 14,500 പർച്ചേസ് പോയിന്റ് തരുന്നു. അതിന് പുറമെ ഒരു 3,12,000 രൂപ നോൺ വർക്കിംഗ് ഇൻകായിട്ട്, ഒരു ഓട്ടോ പോൾ ഇൻകായിട്ട് കമ്പനി തരുന്നു. ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് തരുന്ന പ്രോഗ്രാം അല്ല. ക്യാഷ് കൊടുത്തു, ആപ്ലിക്കേഷൻ തന്നു 3 എണ്ണം, വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഈ സമയത്ത് 14,157 രൂപ കൊടുക്കുമ്പോൾ ഒരു 2,000 രൂപ നമുക്ക് ഒരു ഓഫർ ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ കമ്പനി തരുന്നുണ്ട്. ക്യാഷ് ബാക്ക് 2,000 രൂപ. ആ പൈസ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്കാണ് ഈ 3,12,000 രൂപ കമ്പനി തരുന്നത്. അത് വേണോ, നാളെ വേണോ, നമുക്ക് പിറ്റേന്നേക്ക് ബാങ്കിലേക്ക് എടുക്കാം 2,000 രൂപ. അങ്ങനെയുള്ള എടുക്കുന്നവർക്ക് 3,12,000 രൂപ കിട്ടൂല. അത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികൾക്ക് 3,12,000 രൂപ തരും. അപ്പൊ ഇന്നലെയും ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ പറയും, എനിക്ക് ആ 2,000 രൂപയുടെ കാര്യം ആരും പറഞ്ഞിട്ടില്ല, അത് ഹോൾഡ് ചെയ്ത് വെച്ചില്ലോ എന്ന് പറയും. ചില ആൾക്കാർ അത് പറയൂല. കാരണം എന്താണ്, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ ഒരു അവസരം നിങ്ങൾക്ക് തന്നു, ഒരു ബിസിനസ് അവസരം നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചില്ല. കാരണം എന്താണ്, അത് അവരെന്നെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യം കൊണ്ട്. കാരണം 3,12,000 രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അവർ പിന്നെ ആ പൈസ നിങ്ങൾക്ക് എടുത്തു തരുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ 2,000 രൂപ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 3,12,000 രൂപ 3/12 നമുക്ക് തരുന്നത് 3 സമയങ്ങളിലൂടെയാണ് തരുന്നത് കമ്പനി. 12,000, 60,000, 2,40,000 ഇങ്ങനെ കുറച്ച് 3 സമയങ്ങളിലൂടെ. കൃത്യമായിട്ട് ടൈം നമുക്ക് ഇത് എപ്പോൾ കിട്ടുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിലൊക്കെ ഫാമിലി പാക്കേജ് എടുത്ത് വരുന്നവരൊക്കെ കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യും. ഒരു ക്യൂ ആയിരിക്കും ഉണ്ടാകുക. 1, 2, 3, 4, 5, 6. നമ്മൾ ബീവറേജിലൊക്കെ പോയിട്ട് ക്യൂ നിൽക്കുന്നില്ലേ, അതുപോലെ ഒരു ക്യൂ ആയിരിക്കും ഉണ്ടാകുക. അല്ലെ പിന്നെ റേഷൻ കടയിൽ പോയിട്ട് ക്യൂ നിൽക്കുന്ന പോലെ ഒരു ക്യൂ. ആദ്യം വരുന്നവർക്ക് സാധനം കൊടുക്കുന്ന പറയുന്നില്ല, അതുപോലെ. അപ്പൊ ഫാമിലി പാക്കേജ് എടുത്തുകൊണ്ട് ആദ്യത്തെ ഈ ക്യൂവിലേക്ക് വരുന്ന ആളാരാണ്? നമ്മൾ ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന മധു സാർ. മധുവാണ് ഈ മീറ്റിംഗ് കേട്ടില്ല എന്ന് വിചാരിക്കാം. മീറ്റിംഗ് കേട്ടിട്ട് എങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഫാമിലി പാക്കേജ് എടുത്ത് ആദ്യം വരുന്നു. കമ്പനി ഇയാളെ ഫസ്റ്റ് ഒന്നാമതായിട്ട് പ്ലേസ്മെന്റ് ചെയ്യും. ഈ മധു സാറ് വന്നതിന് ശേഷം കമ്പനിയിൽ നിന്ന് 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുന്നു. മധു സാർ ഒന്നും ചെയ്തില്ല കേട്ടോ. മധു സാർ ഫാമിലി പാക്കേജ് എടുത്ത് വന്ന് വെറും മടി പിടിച്ചിട്ട് ആളാന്ന് വിചാരിക്കാം. വെറുതെ അനങ്ങാണ്ട് ഇവിടെ ഫാമിലി പാക്കേജ് എടുത്ത് അയാൾ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടോ, റീചാർജും കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ. ആൾക്കാരോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ നിന്ന്
കമ്പനി എന്ത് ചെയ്യുന്നു? ഈ മടിയനായ മധുസാറെ പഠിച്ച് ഒന്നാമതായിട്ട് പ്ലേസ്മെന്റ് ചെയ്യുന്നു. അയാളാണല്ലോ ആദ്യം വന്നത്. അപ്പൊ വേൾഡിൽ എവിടെ നിന്നെങ്കിലും ആൾക്കാർ ഇത് വാങ്ങിച്ചു വരും. വേൾഡിൽ തന്നെ നമുക്ക് പറയാം, കാരണം ഇന്ത്യയിലല്ല. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മലയാളം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ വേൾഡിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ ഫാമിലി പാക്കേജ് എടുത്ത് വരുന്നവർ ഈ ക്യൂലേക്ക് ചെയ്യും. മധു സാർ ഒന്നാമത് വന്നു, രണ്ടാമത് അടുത്ത് വന്നുള്ള ആൾ ചെയ്യുന്നു, പിന്നെ മൂന്നാമത് വന്നുള്ള ആൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ നിന്ന് വിറ്റ് പോയോ. 12,000 രൂപ എടുത്ത് വന്നിട്ട് ഒന്നാമത് വന്നില്ല ഈ മധു സാർ ഉണ്ടല്ലോ മടിയനായിട്ട് വെറുതെ വെക്കുന്നത്, അയാൾക്ക് കൊടുക്കും 12,000 രൂപ. ഒന്നാമത് ക്യൂലേക്ക് വന്നിട്ടുള്ള 12,000 കൊടുക്കും. അതിനുശേഷം 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ നിന്ന് വിറ്റ് പോയി കഴിഞ്ഞാലോ രണ്ടാമത് വന്നിട്ടുള്ള 12,000 കൊടുക്കും. പിന്നെ 8 വിറ്റ് പോകും, മൂന്നാമത് വന്നിട്ട്. അപ്പൊ ഓരോ 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുമ്പോഴും സീനിയോറിറ്റിയിൽ ആദ്യം ആരാണുള്ളത് അവർക്ക് 12,000 കൊടുത്ത് അങ്ങനെ പോകുന്നു. 12,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 60,000 എലിജിബിൾ ആയി നമ്മള്. പിന്നെ 60,000 വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ 240 60 കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 10-200 കൂടുതൽ ആൾക്കാർക്ക് 12,000 കിട്ടി. കൃത്യമായിട്ട് കണക്ക് എനിക്കറിയില്ല, അത് കമ്പനിയിലേ ഉണ്ടാവുള്ളൂ. 12,000 കൂടുതൽ കിട്ടിയ ആൾക്കാർ ഏകദേശം 200 കൂടുതലായി. അതൊന്ന് 100 താഴെയായിട്ട് 60,000 കിട്ടിയ ആൾക്കാരുണ്ട്. കമ്പനി കൃത്യമായിട്ട് 8 ഫാമിലി പാക്കേജ് വിറ്റ് പോകുമ്പോൾ ഇത് കൊടുത്ത് വരുന്ന കാര്യമാണ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം 1-2 ആൾക്കാർ പറഞ്ഞില്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ 1 മാസം ആയാലും എനിക്ക് 12,000 കിട്ടിയില്ലല്ലോ, 8 ഫാമിലി പാക്കേജ് കമ്പനിയിൽ വന്നല്ലോ, അതിനേക്കാൾ കൂടുതൽ വന്നല്ലോ, എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല? കൃത്യമായിട്ട് പ്ലാൻ കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. സീനോട്ടിൽ ആദ്യം വരുന്നവർക്കാണ് കൊടുക്കുന്നത്. നിലവിൽ ഇപ്പം 1,400-നും 1,500-നും ഇടയിലുള്ള ആൾക്കാർ ഫാമിലി പാക്കേജ് എടുത്ത് ഈ ക്യൂലേക്ക് വന്നു കഴിഞ്ഞു. 1,400 ആളായി എന്ന് വിചാരിക്കാം, കുറച്ച് സമയം മുമ്പ് വരെ. ഇപ്പൊ ഫാമിലി പാക്കേജ് എടുത്തിട്ട് ഞാൻ വരുന്നുണ്ടെങ്കിൽ 1,401 ആളാണ് ഞാൻ വരുന്നുണ്ടെങ്കിൽ 1,401 ക്യൂലേക്ക്. എനിക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തെ വല്ല രാത്രിക്കുള്ളിൽ 8 ഫാമിലി പാക്കേജ് വരുമ്പോൾ എനിക്ക് 12,000 തരുമോ? ഒരിക്കലും തരാൻ പറ്റില്ല. കാരണം എന്താണ്? കമ്പനി പറഞ്ഞത് റൂൾ ഉണ്ട് ഇവിടെ. ആദ്യം വരുന്നവർക്ക് ഏകദേശം 200 ആൾക്കാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ 201, 202, 210, 205 കൊടുത്തിട്ട് വേണം 1,401 എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൃത്യമായ സമയം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കമ്പനി പക്ക ക്ലിയർ ആണ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസയാണ്. നമുക്ക് കാണാം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട് ഫോട്ടോസൊക്കെ ഇടക്കിടക്കായിട്ട്. 12,000 കിട്ടി, 60,000 കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ക്യൂലേക്ക് ആദ്യം കയറി നിൽക്കുക. നമ്മളിത് ഇന്ന് കഴിയട്ടെ, ഇന്ന് രാത്രി കഴിയട്ടെ, അല്ലെങ്കിൽ നാളെ കഴിയട്ടെ, ഒരാഴ്ചയായിട്ട്, 1 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,400 എന്നുള്ളത് 1,500, 2,000, 3,000 ഇല്ല, സമയമൊന്നും വേണ്ട. കേട്ടിട്ടുള്ള ആൾക്കാർ, മനസ്സിലാക്കിയിട്ടുള്ള ആൾ, ഓപ്പർച്യൂണിറ്റി ബിസിനസ് വേണം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ പെട്ടെന്ന് ഇതിലേക്ക് വരും. കാരണം മീറ്റിങ്ങിന്റെ റെക്കോർഡൊക്കെ യൂട്യൂബിലുണ്ട്. അല്ല, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഒരിക്കലും ടൈം വേസ്റ്റ് ആയി കളയരുത്. കമ്പനി വേണം, കമ്പനി പോയിട്ട് കാണാം. സീനിയോറിറ്റി മസ്റ്റാണ്, നിർബന്ധമായിട്ടും ഫാമിലി പാക്കേജ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് കയറി നിൽക്കുക. പിന്നെ ഫാമിലി യൂസർ കിട്ടുന്ന റീചാർജിന്റെ ലെവലിംഗും 3% വെച്ചിട്ട് 20 ലെവലിൽ നിന്ന് കിട്ടും. കാരണം ഫാമിലി യൂസറായിട്ട് വന്നിട്ട് കാണുന്ന ആൾക്കാരോടെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് അവര് സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നു, അവരവരെ ഫ്രണ്ട്സിനോട് ഇൻവൈറ്റ് ചെയ്യുന്നു, അവരും ചെയ്ത് അങ്ങനെ 20 ലെവലിൽ നിന്ന് 3% വെച്ചിട്ട് കിട്ടും. ശരിക്കും 4 ലക്ഷം രൂപയിലധികം നമുക്ക് റീചാർജിലുള്ള 20 ലെവൽ കമ്മ്യൂണിറ്റിയിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 20 ലെവലിലുള്ള ആളുകളൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് 3% വെച്ചിട്ട് കമ്മീഷൻ തരുന്നു. മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. 4 ലക്ഷത്തിന് മുകളിൽ എല്ലാ 28 ദിവസം കൂടുമ്പോൾ റീചാർജ് ചെയ്യൂലേ. ഇത് ഒറ്റ പ്രാവശ്യം തരുന്ന ഇങ്ങൊന്നല്ല. നമ്മൾ കൊണ്ടുവന്നുള്ള ആളിപ്പം നാളെ റീചാർജ് പിന്നെ ചെയ്യാൻ എടുക്കൂലല്ലോ. അയാൾ അടുത്ത മാസം അതിന്റെ അപ്പുറത്തെ മാസം എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ആൾക്കാരും റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പാസീവ് ഇൻകം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫാമിലി യൂസായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ 3% വെച്ചിട്ട് അതും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ CCM, കമ്പനിയുടെ ഒരു കോർ കമ്മിറ്റി മെമ്പർ, അതാണ് CCM. CCM ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ 75ഓളം ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കമ്പനിയിൽ. CCM ആയിട്ട് ഫാമിലി യൂസറായിട്ട് വന്ന് അവർക്ക് മാത്രമേ CCM ആവാൻ വേണ്ടി പറ്റൂ. അപ്പൊ CCM ആവണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത് അറിയോ? 10 ദിവസം കൊണ്ട് നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ ആരെങ്കിലും നമ്മൾ നേരിട്ടിട്ട് 10 ഫാമിലി യൂസറെ കൊണ്ടുവരാം. നമ്മൾ ഫാമിലി യൂസറാണെന്ന് ഒരു 10 ഫാമിലി യൂസറെ 90 ദിവസത്തിനോട് കൊണ്ടുവരാം. കിട്ടുന്ന പ്രോഫിറ്റ് എന്താ അറിയോ? മന്ത്ലി ഏർണിങ്സിന്റെ 5% കിട്ടും നമുക്ക്. മന്ത്ലി റഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി ഇൻകം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഇൻകം ഡെയിലി കിട്ടുന്ന ഇൻകം. ആപ്ലിക്കേഷൻ വിറ്റ് കഴിഞ്ഞാൽ 800 രൂപ, ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ബാങ്കിലേക്ക് കിട്ടുന്ന പറഞ്ഞില്ലേ. അപ്പൊ CCM ആയിട്ടുള്ള വ്യക്തി, ഇപ്പൊ ഈ മീറ്റിംഗ് എടുക്കുന്ന ഞാൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി CCM ആണ്. കമ്പനി നോക്കും ഈ CCM ആയിട്ടുള്ള ഈ ആള് കഴിഞ്ഞ മാസം സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്തിട്ട് എത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്, 50,000 ആണോ, 1 ലക്ഷമാണോ, 60,000 ആണോ, 80,000 ആണോ, എത്രയാണോ അയാൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്, അതിന്റെ 5% എനിക്ക് വീണ്ടും കമ്പനി തരും. മെയ് മാസത്തിൽ എത്രയാണോ ഞാൻ അച്ചീവ് ചെയ്തില്ല, എനിക്ക് കിട്ടിയില്ല ഇൻകം, 5% ജൂൺ മാസം 1-ാം തീയതി 2-ാം തീയതി എനിക്ക് തരും. മന്ത്ലി തരുന്ന ഇൻകം അല്ല, തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഡെയിലി കിട്ടുന്ന ഇൻകത്തിന്റെ
എത്രയാണെന്ന് നോക്കിയിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് അതിന്റെ 5% തരും. CCM ആയതുകൊണ്ട് കിട്ടിയ എമൗണ്ട് 10 ലക്ഷമാണ് ഒരു മാസം, അതിന്റെ 5% എനിക്ക് തരും. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇയർലി ബോണസ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നടക്കുന്ന ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ റീചാർജിന്റെ 10%, കമ്പനിക്ക് ലാഭം കിട്ടുമ്പോൾ അതിന്റെ 10% വീണ്ടും CCM കൊടുക്കുന്നത്. 10% ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന റീചാർജിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോൾ അയാൾ നോ പറയോ, ഗൂഗിൾ പേക്ക് കൊടുക്കുന്ന പൈസ കൊടുക്കണ്ട, കമ്മീഷൻ കമ്പനി കിട്ടുന്നതിൽ നിന്ന് നമുക്ക് സംതിങ് 1 രൂപ 2 രൂപ 3 രൂപ 4 രൂപയ്ക്കായിട്ട് ഓരോ ആൾക്കും സെൽഫായിട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ 3-4 റീചാർജ് ഉണ്ടാകുമ്പോൾ പിന്നെ അയാൾ ഗൂഗിൾ പേ ചെയ്യോ? ഒരിക്കലുമില്ല. എല്ലാ ആൾക്കാരും ഏറ്റെടുക്കും. അപ്പൊ ഇനി വരുന്ന ആളുകളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ 1, 2, 3, 4, 5, 10 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് കമ്പനി ഇവിടെ ഉണ്ടാവും, നിലനിൽക്കുന്ന കമ്പനിയാണ്, IT കമ്പനിയാണ്. സേവ് ആപ്പ് ഉപയോഗിച്ചിട്ട് ആളുകളൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് വരുന്ന ഇൻകം നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ഇന്ത്യയിലെ ടോട്ടൽ നടക്കുന്ന റീചാർജിന്റെ, സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജിന്റെ അതിന്റെ 10% CCM മെമ്പർമാർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഒരു റീചാർജ് ചെയ്യുമ്പോൾ 5 രൂപ മുതൽ 15 രൂപ വരെ കമ്പനിക്ക് ലാഭം കൊടുക്കുന്നുണ്ട് ജിയോ, എയർടെൽ, BSNL. ഒരു വീട്ടിൽ തന്നെ എത്ര റീചാർജ് എടുക്കുമ്പോൾ എത്ര കമ്മീഷൻ കമ്പനിക്ക് കൊടുക്കുന്നുണ്ടാവും ഒരു വീട്ടില്? അപ്പൊ ഒരു നാട്ടിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു ജില്ലയിൽ, ഒരു സംസ്ഥാനത്ത്, അപ്പൊ ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാട്ടെ എത്ര റീചാർജ് വരുന്നത്. ഒന്ന് പ്രിഡിക്ട് ചെയ്ത് നോക്കിയാട്ടെ ജസ്റ്റ് ഒന്ന്. അതിൽ 10% CCM മെമ്പർമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല. ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഫാമിലി യൂസറായിട്ട് വരുന്നു. 90 ദിവസത്തിനുള്ളിൽ നേരിട്ട് 10 ഫാമിലി യൂസർ, ഒരു 10 ആൾക്കാർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. 90 ദിവസം ടൈമും ഉണ്ട്. വേറെ എന്നാ വേണ്ടി ഇവിടെ 12 ദിവസം കൊണ്ടും 8 ദിവസം കൊണ്ടും 6 ദിവസം കൊണ്ടൊക്കെ CCM ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ നിലവിൽ കമ്പനിയിലുണ്ട്. നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കുക. 1-2 ദിവസം കൊണ്ടൊക്കെ കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ കൂടെ എത്തിക്കുക. പ്രൊഡക്റ്റ് എടുത്തിട്ട് ആളുകളിലേക്ക് വീട്ടിൽ പോയി കൊടുക്കാനാണെന്ന് പറയുന്നത് അല്ല, മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, സൂം മീറ്റിങ്ങിലേക്ക്. അവര് വാങ്ങിച്ചോളൂ, അവരെ ഏറ്റെടുത്തോളൂ, കൊടുക്കാൻ തയ്യാറാണ്, പ്ലാന് കൃത്യമായിട്ട് പറയാൻ മനസ്സിലാക്കാൻ തയ്യാറാണ്. അപ്പൊ CCM കിട്ടുന്ന ബെനിഫിറ്റ് മനസ്സിലാണ്ടാവും. പിന്നെ DCM എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് ക്ലബ്ബ് മെമ്പർ. നിലവിൽ ഇപ്പൊ ആരും എത്തിയില്ല അവിടത്തേക്ക്. CCM ആയിട്ട് 75 ആൾക്കാരുണ്ട്. അപ്പൊ DCM ആകാം, അവിടെ നമുക്ക് 10% മന്ത്ലി ഏണിങ്സിന്റെ കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ ക്ലബ്ബ്, ഓണർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫാമിലി യൂസർ ആവുക. അതിനുശേഷം 10 ഫാമിലി യൂസറെ കൊണ്ടുവന്നിട്ട് CCM ആവും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമുക്ക് നമ്മുടെ ടൈമാണ്, നമ്മുടെ സമയം തെളിയലാണ്. കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി യൂസറോ ഫ്രീ യൂസറോ ആക്റ്റീവ് യൂസറോ എങ്ങനെ വേണമെങ്കിലും വരാന്നാ പറയുന്നത്. ആരും നിർബന്ധിക്കൂല. പക്ഷെ ഇതിൽ കണ്ടുവന്നിട്ടുള്ള ഏകദേശം 100 ആള് കേട്ടിട്ടുണ്ടോ, 100 ആള് മുതലുള്ള ഫാമിലി യൂസറാണ്. നിങ്ങളുടെ തീരുമാനമാണ് ഏത് വേണമെന്നുള്ളത്. ഓക്കെ. ഇനി സേവ് കാർട്ട്. സേവ് കാർട്ട് എന്ന് പറയുമ്പോൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ജബോങ്, ആലിബാബ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം. ഇ-കൊമേഴ്സ് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് പോയിന്റുകൾ നമുക്ക് ഉപയോഗിക്കാം. വന്നിട്ട് ഇപ്പൊ 1 മാസം ആയിട്ടേ ഉള്ളൂ ഇ-കൊമേഴ്സ്. സേവ് ആപ്പ് വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. ഇത് വന്നിട്ട് ഇപ്പൊ 1 മാസം ആയിട്ടുള്ളൂ. ഗ്രോസറി ഐറ്റംസ് ഒഴികെയുള്ള സാധനങ്ങൾക്ക് ഇതിൽ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ തന്നെ കമ്പനിയിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്ന് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പോ ഈ വർഷം തന്നെ, ഈ ഡിസംബർ ഒക്കെ ആകുമ്പോൾ 1000-ഓളം പ്രൊഡക്റ്റുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ യൂസർ ആയിട്ട് വരുമ്പോൾ 500 പർച്ചേസ് പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞു. ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് 4500 പർച്ചേസ് പോയിന്റ് ആകുന്നുണ്ട്. ഫാമിലി പാക്കേജ് എടുത്ത് വരുന്ന സമയത്ത് 14500 പർച്ചേസ് പോയിന്റ്, അതിനേക്കാൾ കൂടുതൽ പർച്ചേസ് പോയിന്റ്. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 രൂപക്ക് തുല്യമാണ്. അപ്പൊ ഈ പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മുഴുവൻ പോയിന്റുകളും കൊടുത്തിട്ടല്ല എന്ന് പ്രത്യേകം ഓർക്കുക. നമ്മൾ വിചാരിക്കും ഫാമിലി പാക്കേജ് എടുത്തിട്ട് വരുമ്പോൾ 14,157 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു, 14,500 പർച്ചേസ് പോയിന്റ് ഇടുന്നു, പിറ്റേ തന്നെ 14,500 പോയിന്റ് കൊടുത്ത് സാധനം വാങ്ങിക്കാം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ സാധനങ്ങൾക്ക് അങ്ങനെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്പനി ഉണ്ടാവുമോ? പ്രൊഡക്റ്റ് ഉണ്ടാവുമോ ഇവിടെ? ഇവിടെ നമ്മൾ അത് പിന്നെ ജെന്യൂൻ ആയിട്ട് കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം, മനസ്സിലാകുന്ന കാര്യമായിരിക്കും. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് പോയിന്റ് ഉപയോഗിക്കുക, കുറച്ച് ക്യാഷും കൊടുക്കുക. അത് കമ്പനി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് സേവ് കാർട്ട് പ്ലേ സ്റ്റോർ കയറി കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കാണാം, എത്ര പോയിന്റ് ഉപയോഗിക്കാം, എത്ര ക്യാഷ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ഒരു കമ്പനി ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്, ഈ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീ യൂസർ ആയിട്ട് വരുന്ന എല്ലാവർക്കും പർച്ചേസ് പോയിന്റ് 500 കൊടുത്തിരിക്കും, നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും. അതിനുശേഷം ആക്റ്റീവ് യൂസർ ആയിട്ട് വരുമ്പോൾ എത്രയാണ് പൈസ നമ്മൾ കൂടെ 4,719 രൂപ ആപ്ലിക്കേഷനെ വില. 4,500 പർച്ചേസ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് നമ്മളിത് ആക്ടിവേഷൻ ചെയ്യണം. 7 ദിവസം കൊണ്ട്. ഇനി 7 ദിവസം കൊണ്ട് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ 14 ദിവസം കൊണ്ടാണ് ചെയ്യുന്നെങ്കിലോ ഈ പോയിന്റ് നമുക്ക് നേരെ പകുതിയാവും. മുഴുവൻ പോയിന്റും കിട്ടണമെങ്കിൽ 7 ദിവസം കൊണ്ട് ആക്ടിവേഷൻ ചെയ്യുക. ആക്റ്റീവ് യൂസറോ ഫാമിലി യൂസറോ ആയിട്ട് വരിക.
14 ദിവസം കൊണ്ടാണെങ്കിൽ നേരെ പകുതിയായിരിക്കും പോയിന്റ് കിട്ടുന്നുണ്ടാകുക. ഇനി 14 ദിവസം കൊണ്ട് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ പ്ലാൻ കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കട്ടെ എന്നൊക്കെ കരുതി നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ 14 ദിവസം കഴിഞ്ഞിട്ട് 20 ദിവസം കൊണ്ടോ 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നെങ്കിലോ പർച്ചേസ് പോയിന്റ് നമുക്ക് കിട്ടൂല. പിന്നെ ആ പോയിന്റ് ആ ഭാഗത്ത് പിന്നെ നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. പർച്ചേസ് പോയിന്റ് നമുക്ക് കിട്ടൂല. ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 500 പർച്ചേസ് പോയിന്റ് ഉണ്ടാവും നമുക്ക്. ഈ 14,500 പർച്ചേസ് പോയിന്റ് കിട്ടൂല. അതിന് പുറമെ നമ്മൾ സ്പോൺസർ ഉണ്ടല്ലോ, നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അയാൾക്ക് ഒരു 500 പർച്ചേസ് പോയിന്റ് കൊടുക്കും കമ്പനി. നമുക്ക് പോയിന്റ് ഒന്നും കിട്ടൂല. ഈ 14 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ സ്പോൺസർക്ക് 500 പർച്ചേസ് പോയിന്റ് കൊടുക്കും. അപ്പൊ ഒരു കാരണവശാലും സ്പോൺസർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. നമ്മൾ തന്നെ പോയിന്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി തയ്യാറല്ല. പോയിന്റ് സ്പോൺസർക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. 7 ദിവസമൊന്നും വേണ്ട, 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാം. അതിൽ അത്രമാത്രം വലിയ പ്ലാനും കാര്യങ്ങളും നല്ല ഇതിൽ വരുന്നത്. കമ്പനിയെ കുറിച്ച് പഠിക്കുക, ഇൻകം പ്ലാൻ ഏകദേശം നോക്കുക, ജെന്യൂനാന്ന് നോക്കുക, ലീഗാലിറ്റി മനസ്സിലാക്കുക, കയറി അങ്ങ് നിന്നോ, രക്ഷപ്പെടാനുള്ള അവസരമാണ്. അപ്പൊ ഒരു കാരണവശാലും പർച്ചേസ് പോയിന്റ് ഒന്നും നഷ്ടപ്പെടുത്തരുത്. അതിന്റെ കൂടെ തന്നെ ഫാമിലി യൂസറായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, 100 ആൾ കേട്ടിട്ടുണ്ടെങ്കിൽ 100 ആളും ഫാമിലി യൂസറാണ്. സീനിയോറിറ്റി ആദ്യം വരുന്നവർക്കാണ് 12,000 60,000 കിട്ടുന്നത്. നമ്മൾ ഒരു കുറച്ച് കേട്ട് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ നാളെ കേട്ട് മറ്റന്നാൾ കേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയോറിറ്റി താഴോട്ട് അങ്ങ് പോകും. പിന്നെ മുകളിലുള്ള ആൾക്കൊക്കെ കിട്ടിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. അപ്പൊ ക്യൂവിലൊക്കെ അങ്ങ് കയറി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ, സമയം വേസ്റ്റ് ആക്കണ്ട, എന്നിട്ട് പഠിക്കുക. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോ ലേറ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് മീറ്റിങ്ങിലേക്ക് അവസാനം മുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമ്പനിയെ കുറിച്ച് ആദ്യം മുതൽ പറഞ്ഞുതരാം. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ MD രാമേന്ദ്രൻ പാലിശ്ശേരി, അദ്ദേഹം തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു IT മേഖലയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന മേഖലയിൽ ഏകദേശം 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാമേന്ദ്രൻ പാലിശ്ശേരി അദ്ദേഹത്തിന്. അപ്പൊ ഈ ഒരു കമ്പനി ലീഗൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ തികച്ചും ലീഗലായിട്ട്, കാരണം കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളോ ക്രോമിലൊക്കെ കയറിയിട്ട് മൈ സേവിംഗ് എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി IT കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് എന്താണ്? ഡിജിറ്റൽ പ്രൊഡക്റ്റ് സേവ ആപ്പ് എന്ന് പറയുന്ന ഒരു മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്കും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഉപകരിക്കുന്ന 16ഓളം ഫീച്ചേഴ്സുകൾ ഈ ഒറ്റ ആപ്ലിക്കേഷൻ അകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സ്പെൻഡി പ്രീമിയം എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെൻഡി പ്രീമിയം മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ വില എത്ര അറിയോ? 8,700 രൂപ. ഒരു ആപ്ലിക്കേഷൻ വില 8,700 രൂപ. 4 ഫീച്ചേഴ്സ് ഉള്ളത് മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഏകദേശം 6 കോടിയിലധികം ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനം സ്പെൻഡി പ്രീമിയം 8,700 രൂപ. ഓക്കെ, അപ്പൊ 6 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻ വില എത്ര അറിയോ? ഒരു ആപ്ലിക്കേഷൻ 4,719 രൂപ. മണി മാനേജ്മെന്റ് 16 ഫീച്ചേഴ്സുകൾ, അതിന്റെ കൂടെ ബിസിനസ് അവസരം എല്ലാ കാര്യങ്ങളും നമുക്ക് തരുകയും ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ആയിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും. അതിലൂടെയൊക്കെ നല്ല രീതിയിൽ പാസീവ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതും ഇത് തമ്മിൽ കമ്പയർ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ആളുകൾ എത്ര ആൾക്കാർ ഇതിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന കാര്യം നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. ഒരുപാട് ഭാഷകളുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മലയാളം, കന്നഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭാഷകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയുള്ള ആൾ, നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് ഇതിലേക്ക് വരാൻ ഉപയോഗിക്കാം. അവർക്ക് വേണ്ടുന്ന രീതിയിൽ ആപ്ലിക്കേഷനിലെ ഭാഷകൾ മാറ്റി നോക്കാം. ഒരു അറബിയാണോ പരിചയപ്പെടുന്നത്, അറബിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫാസ്റ്റ് പേ ഔട്ട് വരുന്നത്. ഇന്ന് ആപ്ലിക്കേഷൻ വിറ്റ് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. അതല്ലാണ്ട് ഒരാഴ്ചയായിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇത്ര ആപ്ലിക്കേഷൻ വിൽക്കട്ടെ അങ്ങനെയൊന്നുമില്ല. ഒറ്റ ആപ്ലിക്കേഷൻ ആണ് വിറ്റ്, നാളെ രാവിലത്തേക്ക് ബാങ്ക് വർക്കിംഗ് ഡേ ആണ് നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ രാത്രി 9 മണിക്കൂർ മീറ്റിംഗ് ഉണ്ട്. അതിലൂടെ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക.